യേശുവിന്റെ ശരീരം വാങ്ങാൻ വന്നത് അരിമത്തേക്കാരൻ യോസെഫാണ്. 4 സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഒന്നില് മറ്റേ ഇയാള് നിക്കോമോദേസ് ഉണ്ടെന്നുള്ളൂ. പക്ഷെ 4 എന്തുണ്ട്? ഈ പറയുന്ന യോസെഫാണ് യേശുവിന്റെ ശരീരം വാങ്ങാൻ വന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയേണ്ട യേശു സ്നേഹിച്ച ശിഷ്യന് പിന്നെ കുരിശിന്റെ പിന്നെ അവിടെ വെച്ചിട്ട് യേശു അമ്മനെ കൈമാറി അവിടെ നിന്റെ അമ്മ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കണമെന്നുണ്ടോന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവിടെ ഉണ്ടെങ്കിൽ ഈ യോഹന്നാനും യേശു പിന്നെ സ്നേഹിക്കുന്ന ശിഷ്യന്മാരും അല്ലേ ഇത് ഏറ്റുവാങ്ങേണ്ടത്? യേശു സ്നേഹിച്ച ശിഷ്യന് ആ ശിഷ്യൻ വന്നിട്ടല്ലേ ഇത് വാങ്ങേണ്ടത്? എന്ത് അവിടെ ഇല്ലായിരുന്നു? എന്തിനാ ഈ അരിമത്തേക്കാരനായ യോസഫിനെ അവിടെ കൊണ്ടുവന്നിക്കണത്? അവിടെ യോസഫിനെ കൊണ്ടുവരേണ്ട കാര്യമല്ലല്ലോ, യേശുവിന്റെ ശിഷ്യന്മാരല്ലേ ഇത് ഏറ്റുവാങ്ങേണ്ടത്. മാത്രല്ല യേശുവിന്റെ ശിഷ്യന് കുരിശിന്റെ ചോട്ടിലുണ്ടെന്ന് പറയണു യോഹന്നാന്. ബാക്കി ആരും പറയില്ല. അതേ യോഹന്നാൻ തന്നെ പറയുന്നുണ്ട് പിന്നെ യഹൂദന്മാരെ പേടിച്ചിട്ട് ഒരു റൂമിൽ വാതിലടച്ചിരിക്കായിരുന്നു എന്നും പറയുന്നുണ്ട് അതേ യോഹന്നാന്. അവിടെ പോയിട്ട് യേശു അങ്ങോട്ട് പോയി കാണുകയാണ് ശിഷ്യന്മാരെ. ഏതായാലും അതവിടെ കെട്ടെ. ഇവിടെ യേശുവിന്റെ ശരീരം ഏറ്റുവാങ്ങേണ്ട ആൾക്കാരാരാ? അത് യേശുവിന്റെ ശിഷ്യന്മാരാണ്. കുറഞ്ഞത് യേശു സ്നേഹിച്ച ശിഷ്യനെങ്കിലും എത്തണ്ടേ അവിടെ? എന്തേ അവരൊന്നും ഇല്ലായിരുന്നു? അതന്നെയാണ് ഈ സംഭവം. അപ്പോ ഈ പിന്നെ യേശു കൂട്ടിയാല് ഈ സാധനം മുളച്ചിരിക്കും എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. അപ്പൊ അവിടെ യോഹന്നാൻ എഴുതി വെച്ചത് ശരിയാണ്. യഹൂദന്മാരെ പേടിച്ചിട്ട് റൂമിൽ ഇരിക്കുകയാണ്. പിന്നെ ആരപ്പോ ഇത് വാങ്ങാൻ പോണു? വാങ്ങാൻ ആളില്ല. അതല്ലേ ഈ കഥയിൽ നിന്ന് മനസ്സിലാകുന്നത്. യേശുവിന്റെ ശിഷ്യന്മാര് പറയണ്ട് ഇതൊരു കെട്ടുകഥയാണെന്ന് പറയണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24:11 POC ബൈബിള്. സത്യവേദ പുസ്തകം പറയണത് ഇതൊരു കഥയായിട്ട് അവർക്ക് തോന്നിയെന്നാണ്. അതുകൊണ്ട് അവർ വിശ്വസിച്ചിട്ടില്ല എന്നാ പറയണത്. അതിലൊരു സംഭവം കൂടി ഉണ്ട്. എന്താ വെച്ചാല് യേശുവിന്റെ ക്രൂശ് മരണത്തെ ചിത്രീകരിച്ചിട്ടുള്ളത് യോനാ പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള യോനാ പ്രവാചകൻ അനുഭവിച്ച അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെ കുറിച്ചാണ്. അതേ സാഹചര്യം യേശുവിന്റെ കഥയിലേക്ക് എഴുതി ചേർത്തിക്കാണ്. അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റോറി ഉണ്ടാക്കിക്കാണ്. ഒന്നാമത്തത് യോനാന്റെ പുസ്തകത്തില് 1-ാം അധ്യായത്തില് 8-ാം വചനത്തിൽ കാണാം. അതില് ഈ കപ്പലിലുള്ള ആൾക്കാർക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാരാണ് ഈ കപ്പൽ ഇങ്ങനെ കടൽക്ഷോഭം ഉണ്ടാകാനുള്ള കാരണക്കാരെന്ന് അറിയാന് അവിടെ നറുക്കിടുന്നുണ്ട് യോനാന്റെ പുസ്തകത്തില്. അതേപോലെ തന്നെ യേശുവിനെയും ഇവിടെ നറുക്കിടുകയാണ്. അവിടെ യഹൂദന്മാർ ചോദിക്കുന്നുണ്ട് യേശുവിനെ വേണോ അതോ നിങ്ങൾക്ക് ബറബ്ബാസിനെ വേണോ എന്ന്. അതായത് യഹൂദന്മാർക്ക് കൊല്ലേണ്ടത് യേശുവിനെയാണോ അതോ ബറബ്ബാസിനെയാണോ ചോദിക്കുന്നുണ്ട്. അപ്പൊ യഹൂദന്മാര് പറയുന്നുണ്ട് ബറബ്ബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക എന്ന് പറയുന്നുണ്ട്. സെയിം തന്നെ. അതേപോലെ തന്നെ യോനാന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം നശിച്ചു പോകരുതേ, ഒരാൾ നിമിത്തം. ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ? ഇടക്ക് മൈക്കിന്റെ അവിടെ ഇതൊരു പ്രശ്നം വരുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. യോനാന്റെ പുസ്തകത്തിൽ പറയണത് യോനാനെ കടലിലേക്ക് എറിയുന്നതിന് മുമ്പ് അവിടെ പറയണ്ട ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം നശിച്ചു പോകരുതേ, ഒരാൾ നിമിത്തം കപ്പലിലുള്ളവർ മുഴുവൻ മരിക്കാതിരിക്കാൻ ഒരാളെ മരണത്തിന് വിട്ടുകൊടുക്കുന്നത് നന്ന് എന്ന് അവർ പറഞ്ഞ് യോനായെ കടലിലേക്ക് ഇട്ടു. കണ്ടോ? ഒരു മനുഷ്യന്റെ ജീവൻ നിമിത്തം മറ്റുള്ളവരൊക്കെ പാടെ മരിച്ചു കൊണ്ട, അതുകൊണ്ട് ഒരാൾ മരിക്കുന്നത് നല്ലതാണ്.
ഇതേ സ്റ്റോറി തന്നെ യേശുവിന്റെ ഇല്ലേ. യേശുവിനെ ക്രൂശിക്കും മുമ്പ് കയ്യാസാഫ് പറഞ്ഞു, നിങ്ങൾ ഒന്നും അറിയുന്നില്ലേ, ജനം മുഴുവനും നശിച്ചു പോകാത്തക്കവണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്ന് എന്ന് ഓർക്കുന്നില്ലേന്ന്. അവിടെ യോഹന്നാന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ യോഹന്നാന്റെ 1:14 പറയുന്നുണ്ട്, നിഷ്കളങ്ക രക്തം ചിന്തി എന്ന കുറ്റം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. അത് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? യോനായെ കടലിലേക്ക് എറിഞ്ഞു. സെയിം സ്റ്റോറി തന്നെ പിലാത്തോസ് പറയുന്നുണ്ട്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു? യേശുവിനെ ക്രൂശിക്കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. കണ്ടോ? സെയിം സ്റ്റോറിയാണ്, ഒരേ സ്റ്റോറി ഇവിടെ യേശുവിന്റെ കാര്യത്തിലും യോനാന്റെ പിന്നെ അവിടെ ഉള്ള സ്റ്റോറിയും ഒരേപോലെ തന്നെ എഴുതി വെച്ചുകൊള്ളു. യൂനുസ്ക, അതിലൊരു വേറൊരു സംഭവം ഉണ്ടല്ലോ, അതായത് ഈ രക്തത്തിന്റെ ഇതില് ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ഇവര് നേരെ തിരിച്ചിട്ടല്ല പറയേണ്ടത്, ഈ കൊന്നയില് എനിക്കും കൈയുണ്ട്, അപ്പൊ എന്റെ പാപവും പൊറുക്കണമെന്നാ പറയണ്ടത് അല്ലേ യഥാർത്ഥത്തില്? അതെ അതെ അതെ, ശരിയാണ്. ഇതില് ഞങ്ങൾക്ക് പങ്കുണ്ട് എന്നാണല്ലോ പറയേണ്ടത്. ക്രൈസ്തവര് പറയേണ്ട അതാണ്, ഇതില് ഞങ്ങൾക്ക് പങ്കുണ്ട്. പിന്നെ നല്ല അവർക്ക് ഇതിന്റെ പുണ്യം കിട്ടുള്ളൂ. അതേപോലെ യോനാന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ട് കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. നീ എന്നെ 2-ാം അധ്യായത്തിൽ 3-ാം വചനം, നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ട് കളഞ്ഞു എന്ന്. യേശു കുരിശിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്റെ ദൈവമേ, എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ടെന്ന്. അവിടെ യോന പറഞ്ഞെന്താ? നീ എന്നെ സമുദ്രമധ്യത്തെ ആഴത്തിൽ ഇട്ട് കളഞ്ഞു, ഉപേക്ഷിച്ചു. ഇവിടെ എന്താ യേശു പറയണത്? ദൈവമേ, എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ടെന്ന്. അതേപോലെ തന്നെ യോന അവിടെ വെച്ചിട്ട് യോന മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എന്റെ നിലവിളി കേട്ടു. കണ്ടോ? ഉത്തരം അരുളി എന്നാണ്, ഉത്തരം അരുളി. എബ്രായറിലും പറയുന്നത് യേശുവിനെ പറ്റിയിട്ട്. അതെ, 5:7, എബ്രായ 5:7. യേശു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്നവനോട് വലിയ കണ്ണീരോടും വലിയ വിലാപത്തോടും പ്രാർത്ഥിച്ചു. അവന്റെ ദൈവഭയം മൂലം ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. കണ്ടോ? വളരെ കൃത്യമാണ്. യോനാടെ അവിടെ പ്രാർത്ഥന കേട്ടു, ഉത്തരം അരുളി. അതേമാതിരി യേശുവിനും അവിടെ പ്രാർത്ഥന കേട്ടു, ഉത്തരം അരുളി. അപ്പൊ യോന മരിക്കാതെ പുറത്തേക്ക് വന്നു. അതന്നെയല്ലേ യേശുവിന്റെ കാര്യത്തിലും സംഭവിച്ചത്. യോനാനെ പിന്നെ കൈവിട്ടിട്ടില്ല, യേശുവിനെ കൈവിട്ടിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് സ്ഥാനം കൂടുതലുള്ള യോനക്കാണ്. യേശുവിനെ കൈവിട്ടത് എന്ത് എന്ന് ചോദിക്കുമ്പോ ജീവനോട് കൂടെ യോന അവിടെ തിരിച്ചു വരികയുണ്ടായത്. 3 ദിവസം വയറ്റിൽ കിടന്നിട്ട് ജീവനോട് തിരിച്ചു വരികയാണ്. അപ്പൊ അവിടെ യോനനെ കൈവിട്ടിട്ടില്ല, യേശുവിനെ കൈവിട്ടിട്ടുണ്ടെന്നാ. അപ്പൊ ആ നിലക്ക് വലിയ ദൈവം എന്തായാലും യോന ആവണം. ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഈ പറയുന്ന യോനാന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. യേശുവിന്റെ ഈ കുരിശിന്റെ ഇതിനൊക്കെ പിന്നെ പ്രാധാന്യം വരുന്നതിന്റെ മുമ്പ് യോനാക്ക് നല്ലൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. സംഭവം ഉണ്ട്. ഇപ്പോഴും ക്രിസ്ത്യാനികളുടെ ചില കാർമയൊക്കെ കാണാം, ഒരു കണ്ണിന്റെ പോലെയുള്ള ഒരു ചിഹ്നം കാണാം. അത് ശ്രദ്ധിച്ചിക്കണോ നിങ്ങൾക്ക് അറിയില്ല. ഒരു കണ്ണിന്റെ ഒരു ചിഹ്നം ഉള്ളത്, അതിനെ ഇക്തിസ്നോ എന്തോ പറയാ അതിന്. അതായത് ഈ കുരിശ് അടയാളം വെക്കണതിന്റെ മുമ്പ് ഇവര് പിന്നെ വേദക്കാരെന്ന് പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല, എങ്കിലും അങ്ങനെ വിശേഷിപ്പിക്കാം. അപ്പൊ അവര് മറ്റേ ചിഹ്നമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ മത്സ്യം തന്നെയാണ്. ആ മത്സ്യം ലോപിച്ചാണ് പിന്നെ ഒരു
പിന്നെ നമ്മളെ കണ്ണിന്റെ പോലെ ആയിട്ട് ഒരു മത്സ്യത്തിന്റെ രൂപത്തിലാണ് അത് കൊടുക്കുക. ചില ക്രിസ്ത്യാനികളുടെ കാറിന്റെ പിന്നിലൊക്കെ ഇപ്പോഴും ഉണ്ടാവും അത്, ആ ചിഹ്നം. അത് ഇക്തിസ് ചിഹ്നാണത്. അത് ഈ പറയുന്ന പോലെ അതിന് ഇക്തിസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം മത്സ്യം എന്നാണ് അതിന്റെ അർത്ഥം. 4-ാം നൂറ്റാണ്ട് വരെ ഇക്തിസ് ചിഹ്നമായിരുന്നു അവര് കൈക്കൊണ്ടിരുന്നതെന്ന് ക്രിസ്തീയ ചരിത്രം പറയുന്നുണ്ട്. 4-ാം നൂറ്റാണ്ട് വരെ. അല്ല, അത് ക്രിസ്തീയ ചരിത്രത്തിൽ പെടുവോ? അത് യഹൂദ ചരിത്രത്തിലല്ലേ പെടുക യൂനുസ്ക? അല്ല, ഇവരങ്ങനെ വിശ്വസിച്ചിരുന്നുവേ. 4-ാം നൂറ്റാണ്ട് വരെ ക്രിസ്ത്യാനികൾക്ക് ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് അപമാനമായിരുന്നു. അത് ശരി, അങ്ങനെ ഉണ്ടായിരുന്നോ? അതായത് പിന്നെ അതായത് ഇവരെ കളിയാക്കുമായിരുന്നു. ഈ ക്രിസ്ത്യാനികളെ കളിയാക്കുമായിരുന്നു ഒരു കാലഘട്ടത്തില്. അതിന് മോചിപ്പിച്ച റോമൻ ചക്രവർത്തിയാണ്. അവരെ പിന്നെ ഈ കുരിശ് കാണിച്ചിട്ട് അവരെ പിന്നെ കളിയാക്കുക. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തില് കുരിശിന്റെ പേരും പറഞ്ഞ് അവരെ കളിയാക്കിയിരുന്നു. അപ്പൊ അത് വലിയൊരു വിഷമായിരുന്നു. അതിനൊക്കെ മോചിപ്പിച്ചത് റോമൻ ചക്രവർത്തിയാ. അപ്പൊ 4-ാം നൂറ്റാണ്ട് വരെ ഈ ഇക്തിസ് ചിഹ്നമായിരുന്നു അവരെ ഉപയോഗിച്ചിരുന്നത്. മാത്രല്ല ഒരു 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 ക്രിസ്ത്യാനിയെ അന്ന് മറ്റേ ക്രൂരമായിട്ട് ഇവരെ മർദ്ദിക്കും കൊല്ലുകയൊക്കെ ചെയ്തിരുന്നു. ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റില്ല, വേദക്കാരെ. അപ്പൊ ഇവര് തമ്മിൽ അറിയാൻ എന്താ ഉപയോഗിച്ചെന്ന് ചോദിച്ചാല്, ഒരു വേദക്കാരൻ ഒരു മത്സ്യത്തിന്റെ പകുതി വരക്കും. അപ്പൊ മറ്റേ വേദക്കാരൻ എന്ത് ചെയ്യും? അതിന്റെ പകുതിയും കൂടി കൂട്ടിച്ചേർക്കും. അങ്ങനെയാണ് ഇവര് തമ്മിൽ തിരിച്ചറിഞ്ഞിരുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഉപദ്രവിക്കുമല്ലോ, അല്ലെങ്കിൽ ഇവരെ പിന്നെ ഇതിൽ നുഴഞ്ഞു കയറി ഇവരെ മുഴുവൻ കൊല്ലും. അപ്പൊ അതിനെന്ത് ചെയ്യും? ഒരു 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 യേശുവിൽ വിശ്വസിച്ച ഒരു അനുയായി എന്ത് ചെയ്യും? ഒരു ഇക്തിസ് ചിഹ്നം വരക്കും. അതായത് ഒരു മീനിന്റെ പകുതി വരക്കും അയാള്. എന്നിട്ട് എന്ത് ചെയ്യും? മറ്റേ ആള് ഇതിന്റെ പകുതിയും വരക്കും. അപ്പൊ അയാള് ശരിയാണ്, ക്രിസ്തീയ വിശ്വാസിയാണ്, യേശുവിന്റെ അനുയായിയാണെന്ന് ഉറപ്പിക്കും. അങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അല്ലാതെ കുരിശല്ല വരച്ചു കൊടുത്തിരുന്നത്. അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും അതിന് ഈ തെളിവുണ്ടോ? ഈ ഈ ഇങ്ങനെ മത്സ്യത്തിന്റെ ഇത് വരച്ച് എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും സ്ക്രിപ്ചറോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. ഇക്തിസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഇക്തിസ് അതായത് പിന്നെ അതിൽ അതുമായി ബന്ധപ്പെട്ട് പിന്നെ കാത്തലിക് എൻസൈക്ലോപ്പീഡിയയിലും അത് 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 സംബന്ധമായിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും സ്പെല്ലിംഗ് എങ്ങനെയാ അതിന്റെ? അതിന്റെ ഇക്തിസ് എന്ന് പറയുമ്പോ അതിന്റെ സ്പെല്ലിങ് അത് ഇക്ചിസ് ഐ ആണ്. ICH TIS ഇക്ചിസ് എന്നാണ്. ഇതിപ്പോ ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഉണ്ടല്ലോ. അപ്പൊ ഈ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിൽ, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുന്നിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശ്രുദ്രം ചെയ്തു മയക്കിയത് ആറ്? 1-ാമത്തെ ലേഖനം അത് വായിച്ചു നോക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുന്നത്, അപ്പം ഈ ഗലാത്യരെ ഇപ്പം പൗലോസ് ആയിരിക്കുമല്ലോ ഇത് എഴുതിയിട്ടുണ്ടോ ഗലാത്യർക്ക്. അപ്പം അവിടെ യേശുക്രിസ്തു ക്രൂശിച്ചിട്ടില്ല എന്നുള്ളൊരു വിഭാഗം അവിടെ ഉണ്ടായിരിക്കല്ലേ? അങ്ങനെ ആയിരിക്കുമല്ലോ ഇത് എഴുതിയിട്ടുണ്ടാകുക. അല്ലാതെ അങ്ങനെ വരൂലല്ലോ. അപ്പോൾ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്നെല്ലാം വിളിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ വിവരിച്ച് കാണിച്ചു കൊടുത്തിട്ട് അത് അവർ വിശ്വസിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അല്ലേ, എന്താടാ പൊട്ടാ നീ ഞാൻ പറഞ്ഞിട്ടൊന്നും നീ അനുസരിക്കാത്തത് എന്ന് പറയുമ്പോൾ അവിടെ യേശുക്രിസ്തു ക്രൂശിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടാവുമെന്നല്ലേ ഈ അദ്ദേഹത്തിന് മനസ്സിലാക്കുക യൂനുസ്ക? അതെ, തീർച്ചയായിട്ടും പൗലോസ് അവിടെ പറയുന്നത് യേശുവിന്റെ കുരിശിലുള്ള വിശ്വാസം കൊണ്ട് തുടങ്ങി. നിങ്ങളിപ്പോ ജഡപ്രകാരം പിന്നെ ചിന്തിക്കുന്നുവോ എന്ന് ചോദിക്കണുണ്ട് പൗലോസേ. അപ്പൊ അവിടെ സംഗതി എന്താ വെച്ചാല്,
ആ പിന്നെ പൗലോസ് അവർക്ക് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നാണ് രക്ഷ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് അവിടെ എന്തായി, അവിടെ ആളുകൾ ചെന്നിട്ട് പിന്നെ ഈ പൗലോസ് പറയുന്നത് കളവാണെന്ന് പറഞ്ഞിട്ട് അവിടെ ആളുകളോട് പ്രസംഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ല, മനുഷ്യന്റെ രക്ഷ ഇതല്ല പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന് അവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ അതറിഞ്ഞത് കൊണ്ടാണ് പിന്നെ വീണ്ടും പൗലോസ് പറഞ്ഞ് പിന്നെ ഇങ്ങനെ പ്രസംഗിക്കേണ്ട ഒരു അവസരം ഉണ്ടായത്. യേശു ക്രിസ്തു നിങ്ങളുടെ മുന്നിൽ പിന്നെ ക്രൂശിക്കപ്പെട്ടു എന്ന് വരച്ചു കാണിച്ചിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരെന്ന് ചോദിക്കണത് അതുകൊണ്ടാണ്. കാരണം അവിടെ ഇങ്ങനെ പിന്നെ അവരുടെ മുന്നിൽ വരച്ചു കാണിച്ചു എന്നാ പറയണത്. അവരുടെ മുമ്പില് അപ്പൊ അതിന് പൗലോസിന്റെ പ്രസംഗത്തിന് വിരുദ്ധമായിട്ട് അവിടെ ആളുകൾ പ്രസംഗിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ. അപ്പൊ അതിൽ നിന്ന് വളരെ വ്യക്തമാണത്. അതെ അതെ, അതേപോലെ തന്നെ അവിടെ പൗലോസ് ആദ്യമേ വിളിക്കുന്നത് ബുദ്ധിയില്ലാത്ത ഗലാത്യരെന്നാ. സലാം ഭായി, ആ അവിടെ അതിന്റെ ഒരു കാര്യം കൂടി നമ്മൾ കൂട്ടിച്ചേർക്കാം. മത്തായി 5:22 വായിച്ചു നോക്കി. യൂനുസ്ക, ഞാനതൊന്ന് സെർച്ച് ചെയ്തു. അപ്പൊ ഈ ഇക്തിയോസറസ് എന്ന് പറഞ്ഞൊരു മത്സ്യം ഉണ്ടായിരുന്നല്ലോ. അത് ഏകദേശം 250 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മത്സ്യമാണ്. അത് ഏകദേശം 50 മില്യൺ വർഷങ്ങൾക്ക് അതിന്റെ കാലയളവ് അതിന്റെ എത്രയും ഇതാണ് പറയുന്നത്. അപ്പൊ അതിനായിരിക്കില്ലേ യഥാർത്ഥത്തിൽ ഇവര് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഇവിടെ നമ്മളെ മോളില് ഷാട്ട് ഗുണുണ്ടോ, റോക്കി, കണ്ടു ആ ചിഹ്നം അത്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തീയരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു പ്രാധാന്യം കൂടി ഉണ്ടായിരുന്നത്. അതായത് ദൈവത്തിന്റെ സ്വന്തം മത്സ്യം എന്നുള്ള നിലക്കാണ് അത് ഇക്തിസ് എന്നുള്ളതിന്റെ തന്നെ വരുന്നത്. പിന്നെ പൊതുവെ ഈ പിന്നെ വിശ്വാസങ്ങളിലും ദൈവിക സങ്കല്പങ്ങളും ഉള്ളതൊക്കെ തന്നെ ക്രിസ്ത്യാനിറ്റിയിലുണ്ട്. അത് വേറൊരു വിഷയമാണ്. ഇത് മാത്രമൊന്നും അല്ലല്ലോ. ഇപ്പോ യാഹ് എന്നുള്ള പിന്നെ ഈ നാമം തന്നെ ബാൽദേവനാണെന്ന് ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്. യാഹ് എന്ന് പറഞ്ഞാൽ അത് ബാൽദേവനാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പറയണൊന്നുമല്ല, ബൈബിൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. യാഹ് എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം 68:4 എടുത്ത് വായിച്ചു നോക്കി. അതില് കാണാം യാഹ് എന്നാവുന്നു അവന്റെ നാമം, സത്യവേദ പുസ്തകത്തില്. പിന്നെ നമ്മള് നമ്മള് സ്ട്രോങ് നമ്പർ 1180 പിന്നെ ഏതില് വേണമെങ്കിലും നമ്മള് സെർച്ച് ചെയ്താൽ കിട്ടുക എന്താ അറിയോ? യാഹ് എന്ന് പറഞ്ഞാല് ബാൽദേവനാണെന്ന് ഒരു ബൈബിൾ ഹബ്ബിലുണ്ട്. ബൈബിൾ ഹബ്ബില് ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് 1180. അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാല് ഇതൊക്കെ പുറം വിശ്വാസങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണിത്. അത് സത്യവേദ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം വചനത്തിൽ കാണാം, നിനക്ക് ഇന്നും ഉള്ളത് പോലുള്ള ഒരു നാമം നീ അവിടുന്ന് സമ്പാദിച്ചിരിക്കുന്നു എന്ന്. എവിടുന്ന്? മിസ്രൈമിന്ന്. മിസ്രൈമിലത്തെ കഥ പറയുന്നതിന്റെ അടിയിലാണ് ഈ പറയുന്നത്. അപ്പോ ഒരു മീന് മാത്രല്ല, ഇവരെ ദൈവത്തിന്റെ നാമം തന്നെ യാഹ് എന്നുള്ളത് ബാൽദേവനാണ്. അപ്പൊ ആ ബാൽദേവനെയാണ് യഥാർത്ഥത്തിൽ ഇവർ ആരാധിക്കുന്നത്. നമ്മളിത് ആരോപണമൊന്നുമല്ല. ഞാൻ അതിന്റെ ലിങ്ക് ഇവിടെ കാണിക്കാം. സലീംക്ക പറഞ്ഞത് 5:22 അല്ലേ? ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്കു യോഗ്യനാകും. ഇത് അതിന്റെ കൂടെ ഒന്നും കൂടി ഉണ്ടല്ലോ, ഒന്നുകൂടി ആ വചനത്തിൽ പൂർണ്ണമായിട്ട് ഒന്ന് വായിച്ചു നോക്ക്. യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായവിധി സഭയുടെ മുന്നിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അതായത് ഈ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ മൂഢൻ എന്ന് പറഞ്ഞാൽ അതന്നാണല്ലോ. വിളിച്ചാല് സഹോദരനെ ബുദ്ധിയില്ല മൂഢ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നരകത്തിലാണെന്നാ. ഇത് പ്രകാരം പൗലോസ് നരകത്തിലാണ്. യേശു വിളിച്ചിട്ടുണ്ട്, യേശു നരകത്തിലായിട്ട് വരുമോ?
സഹോദരൻ യേശു പറഞ്ഞ വചനാണ്. യേശു തന്നെ അതിന് വൈരുദ്ധ്യം പറയുന്നുണ്ട്. ശരിയാ ശരിയാ, കറക്റ്റാ അത്. മൂട എന്ന് വിളിച്ചവിട. മൂട എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഇത് തന്നെയാണ് ഗലാത്യർ എല്ലാം എഴുതിയത്. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് വിളിച്ചത് അവിടെ. അപ്പൊ ദൈവം നരകത്തിലാണെന്ന് അതിന്റെ അർത്ഥം. അപ്പൊ വലതുവശത്ത് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞതൊക്കെ വെറുതെയാണ്. ഓക്കെ. ഇവരിങ്ങനെ ചോദിക്കലുണ്ടല്ലോ, യേശു എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. സത്യത്തിൽ യേശു തന്നെ യേശുവിന്റെ നിയമത്തെ ലംഘിച്ചതാണ്. യേശു പറഞ്ഞ നിയമമാണ് സഹോദരനെ മൂടാന്ന് വിളിച്ചാല് അല്ലെങ്കിൽ പൊട്ടാന്നൊക്കെ വിളിച്ചാല് നരകത്തിലാണെന്ന്. യേശു തന്നെ വിളിക്കുന്നുണ്ട് പലതവണ. യാഹ് എന്ന് പറഞ്ഞാല് ബാൽദേവൻ തന്നെയാണെന്ന് ബൈബിള് പഠിപ്പിക്കണത്. അപ്പൊ ബാൽദേവനെയാണ് ഇവര് യഥാർത്ഥത്തിൽ ആരാധിക്കണത്. നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയുമെന്ന് വെക്കുണ്ടല്ലോ. അതെ, ചോദിക്കണുണ്ട്. ഇസ്ലാം പ്രകാരം, നമ്മുടെ നിയമപ്രകാരം ശരിക്കും അവരെല്ലാം മൗസൂമിങ്ങളല്ലേ, പ്രവാചകന്മാർ. പക്ഷെ ഇത് അല്ലേ അങ്ങനെയല്ലേ വരൂ ജയദാരി മുസ്താദെ? അവർ പാപത്തിൽ നിന്ന് മുക്തരായിരിക്കുമല്ലോ പ്രവാചകന്മാർ മുഴുവൻ. പക്ഷേ ബൈബിൾ നോക്കുമ്പം മൂടാന്നും എല്ലാം വിളിച്ചിട്ടുണ്ട്. അതെ അതെ, ഓക്കെ. പക്ഷെ വേറൊന്നുകൂടി ഉണ്ട്. വലോ കുന്ത വല്ലൻ വലിയ കൽബി ലംബല്ലോമനാവലിക്. താങ്കൾ ഒരു ലോലഹൃദയനായത് കൊണ്ടാണ് താങ്കളോട് ആളുകൾ അടുത്തിട്ടുള്ളത്. നിങ്ങൾ ഒരു കഠിന ഹൃദയനായിരുന്നെങ്കിൽ നിങ്ങളോട് ആളുകൾ അടുക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ ഒരു ഖുർആൻ വചനമുണ്ട്. അപ്പൊ അന്നരക്ക് ഈ ദോഷവും പാപവും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇത് ഒരു പ്രവാചകന് ഉണ്ടാകാൻ പാടില്ലാത്തൊരു വാക്കാണ്. അപ്പൊ മൂഢൻ എന്ന് വിളിച്ചു, മണ്ടൻ എന്ന് വിളിച്ചു, അപ്പൊ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ, അത് പ്രത്യേകിച്ച് ഒരു ദൈവം ഒരു നിലക്കും വിളിക്കരുത്. കാരണം ഈ മൂഢനും മണ്ടനും ആക്കിയതാരാ? ദൈവം തന്നെയല്ലേ. ആ ദൈവം സൃഷ്ടിച്ച മനുഷ്യരെ മൂഢൻ എന്ന് വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ മൂഢൻ ആരാണ്? താനാണല്ലോ ഇവരെ മണ്ടനാക്കിയത് എന്ന് തനിക്കറിയാത്ത ദൈവം, അവനാ മണ്ടൻ. അങ്ങനല്ലേ വരുന്നത്? എനിക്ക് അങ്ങനെ മനസ്സിലാവുന്നത്. അതെ അതെ, രാജ് പറഞ്ഞ വളരെ കറക്റ്റായത്. തീർച്ചയായിട്ടും ദൈവം തന്നെയല്ലേ, ദൈവത്തെ വിളിക്കുകയാണെന്ന് പറയും. എബ്രാഹിം ലേഖനത്തിൻ്റെ 5 ക്രിസ്തു തൻ്റെ ഐഹിക ജീവിത കാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഓക്കെ. അത് ഐഹിക ജീവിത കാലത്ത്, അതായത് ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്നാണ് പറയുന്നത്, തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും ഇവിടെ മരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഉത്തരം കിട്ടാൻ കേട്ടാ. ഉത്തരം ലഭിച്ചു, ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ പിന്നെ യേശു ക്രൂശിച്ചു എന്ന് പറയുന്നിടത്ത് പിന്നെ വൈരുദ്ധ്യായിപ്പോവും. അപ്പോൾ യേശു അത് അവിടെ കളവ് പറഞ്ഞു എന്ന് പറയേണ്ടി വരും, ഇല്ലെങ്കിൽ ഇത് കളവാക്കി എന്ന് പറയേണ്ടി വരും. രണ്ടിലേതെങ്കിലും ഒന്നാ നടക്കൂ. മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് എന്ന് പറയുമ്പോൾ അങ്ങനെ ദൈവത്തിന് കഴിഞ്ഞതായിട്ട് എവിടെങ്കിലും നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഒരു തെളിവില്ല. അപ്പൊ അവിടെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ് അതിന്റെ തെളിവ്. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇതേപോലെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായിട്ട് ഒരു തെളിവ് വേണം. അങ്ങനെ ഒരു തെളിവില്ലെങ്കിൽ
പിന്നെ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്നവൻ എന്നൊരു പ്രയോഗം കൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇവിടെ ചെയ്യേണ്ടിയിരുന്നത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ്, അതും ദൈവത്തിന്റെ ഉറ്റപുത്രനെ. അപ്പോ പുത്രനെ രക്ഷപ്പെടുത്തുന്നത് തന്നെ ഒരു തെളിവാണ്. ഇതിപ്പോ ഏറ്റവും കഴിവുകെട്ട ഒരു ദൈവമായിട്ടാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. യേശുവിന് അന്ന് തന്നെ മറവ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇപ്പൊ കഥ പറയണ യേശു ഉണ്ടല്ലോ, പുള്ളിക്കാരനെ അന്ന് മറവ് ചെയ്തിട്ടില്ല എന്നാ തോന്നുന്നത്. എന്താ വെച്ചാല് ഈ യഹൂദന്മാരുടെ പെസഹയാണ് അന്ന്, പെസഹയുടെ ഒരുക്കനാള് ഉള്ള ദിവസമാണ്. അപ്പൊ അന്ന് മറവ് ചെയ്താല് അതിലൊരു പ്രശ്നം കിടക്കണ എന്താ വെച്ചാല്, ഈ മൃതദേഹത്തിനെ തൊട്ട് അതിന്റെ ഇതൊക്കെ ചടങ്ങൊക്കെ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാല് അത് അശുദ്ധനായി തീരും തോന്നുന്നുണ്ട് അയാള്. അങ്ങനെ എന്തൊക്കെ പ്രശ്നം ഉണ്ടത്. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയണത്, അവിടെ ഒരുക്കളനാൾ ആയിരുന്നത് കൊണ്ട് അവിടെ വെച്ചു എന്നാ പറയണത്. അതിൽ അങ്ങനെയും കൂടി ഒരു സംഭവം കിടക്കുന്നുണ്ട് കേട്ടോ. പെസഹയുടെ ഒരുക്കനാളായതുകൊണ്ടേ അവൻ അവിടെ വെച്ചു എന്നാ പറയണത്, മറവ് ചെയ്തു എന്നല്ല. അപ്പൊ അവിടുന്ന് വെച്ചിട്ട് പിന്നീട് അവിടുന്ന് ഈ കഥയിൽ എടുത്തു മാറ്റി എന്നുള്ള ഒരു സംഭവം വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് അവിടെ തൽക്കാലം അവിടെ വെച്ചിരിക്കുകയാണ്, കാരണം ഇത് കഴിയാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നീട് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വന്നു നോക്കുമ്പോഴാണ് ഇവിടെ ആളെ കാണാതിരിക്കണത്. അപ്പൊ അത് അവിടുന്ന് എടുത്തു മാറ്റി എന്നുള്ളതാണ് അവിടുന്ന് കാണാൻ കഴിയുന്ന വേറെ സംഭവം. അപ്പൊ അതുകൊണ്ടാണ് മഗ്ദല മറിയം ചോദിക്കണത്, യോഹന്നാന്റെ സുവിശേഷത്തിലേ യേശുവിനെ കണ്ടപ്പോ ഒരു തോട്ടക്കാരനായിട്ട് തോന്നി, എന്റെ കർത്താവിനെ എവിടെയാണ് നീ വെച്ചിരിക്കണത്? അപ്പോ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കില് ഞങ്ങൾക്ക് വിട്ടു തരണം എന്ന് പറയണ്ടല്ലോ. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു കഥയും കൂടി അതിന്റെ പിന്നിലുണ്ട് എന്നാണ് അതില് കാണുന്നത്. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, അതായത് യേശുവിന്റെ ശിഷ്യന്മാർ ഇത് എടുത്തു കൊണ്ടുപോയിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രചരിപ്പിക്കും എന്ന് പറയുന്നത്. അപ്പൊ ഇത് മഗ്ദല മറിയത്തിന് ഇതറിയാം, യേശുവിന്റെ ശിഷ്യന്മാർ ഇതിങ്ങനെ എടുത്തു കൊണ്ടുപോകും എന്നുള്ളത് പ്രചരിപ്പിച്ചിരുന്നു എന്ന്. അതുകൊണ്ടാണ് തോട്ടക്കാരനോട് ചോദിച്ചത്, എവിടെയാണ് അവനെ വെച്ചിരിക്കുന്നത്? അവനെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിട്ടു തരണം എന്ന് പറയുന്നത്. അപ്പൊ അന്ന് മറവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് യഹൂദന്മാരുടെ ഈ ഒരു ആചാരം വെച്ചിട്ട്. കാരണം അങ്ങനെ പിന്നെ മറ്റുള്ളതിലൊന്നും അവർക്ക് പങ്കുചേരാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവനെ അവിടെ വെച്ചു എന്ന് പറയണെന്ന് തോന്നുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തില്. ഒന്നും കൂടി അതിൻ്റെ അതൊന്ന് പരിശോധിച്ചാല് ക്ലിയർ ആവും. മത്തായി 5:22 അതിൽ ഇപ്പം ഞാൻ വായിച്ചിട്ടില്ലേ, അതിൽ ഇപ്പോൾ എന്താ പറഞ്ഞേ, മൂട എന്ന് വിളിക്കല്ലേ ഇന്ന്. ഇത് യേശു ക്രിസ്തു വിളിച്ചല്ലേ മൂടന്മാരെന്ന്? അങ്ങനെ വിളിക്കാൻ പാടില്ല ഒരാളെ. ഇതാ ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാരം എന്ന് പറഞ്ഞാലോ ന്യായവിധി സഭയുടെ മുന്നിൽ നിൽക്കേണ്ടി വരും. മൂടാ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പം മൂടാ എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പൗലോസെല്ലാം മൂടാന്ന് വിളിച്ചത് അവിടെ കാണിക്കുന്നുണ്ട് അപ്പുറത്ത്. ബുദ്ധിയില്ലാത്ത ഗലാത്യര്. ബുദ്ധിയില്ലാത്തെന്ന് പറയുന്നത് മൂടന്മാരല്ലേ. ഇപ്പം സലീംക പറഞ്ഞാൽ നിന്നു. ഈ ബുദ്ധി പണയം വെച്ച ആളുകൾ ആരാണ്? ദൈവത്തെ മനുഷ്യർ തല്ലിക്കൊന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളല്ലേ ബുദ്ധി പണയം വെച്ചത്? മുസ്ലിങ്ങളാണോ? മുസ്ലിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഈസാ അലൈഹി ഇസ്ലാമിനെ അവർ കൊന്നിട്ടില്ല, അത് കൃത്യമായിട്ട് ഖുർആനിലുണ്ട്. ഇനി അതല്ലാതെ ഇതര ഗ്രന്ഥങ്ങൾ അവരുടെ ബൈബിൾ തന്നെ കൃത്യമായിട്ടുള്ള റെഫറൻസ് ഉണ്ട്. അവർ കൊണ്ടിറക്കുന്ന ബൈബിളിൽ എന്താണ്, എബ്രായർ 5:7 കൃത്യമായിട്ട് എന്താ പറഞ്ഞത്? യേശു ക്രിസ്തു പ്രാർത്ഥിച്ചു, രക്ഷിക്കാൻ കഴിയുന്നവരോട് പ്രാർത്ഥിച്ചു, രക്ഷയ്ക്ക് ഉത്തരം കിട്ടിയെന്നുള്ള അവിടെ വചനമുണ്ട്.
ഈ മാത്രവുമല്ല, ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ബർന്നബാസിന്റെ സുവിശേഷത്തില് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 റെഫറൻസ് ആണുള്ളത്. ഇവർക്ക് യേശുവിനെ കുരിശിൽ കൊന്നു എന്ന് ബൈബിൾ വെച്ചുകൊണ്ട് സ്ഥാപിച്ചെടുക്കാൻ കഴിയുമോ? ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷികൾ ആരാണുള്ളത്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കൊന്നതായിട്ട് ഇപ്പൊ മരത്തിൽ കൊന്നു എന്നും പറയുന്നുണ്ട്, മരത്തിൽ കെട്ടിത്തൂക്കി കൊന്നു എന്നും പറയുന്നുണ്ട്, കുരിശിലാണ് കൊന്നതെന്നും പറയുന്നുണ്ട്, അതല്ല വിഷം കൊടുത്താണെന്നും പറയുന്നുണ്ട്. ഏതാണ് മനുഷ്യർ വിശ്വസിക്കുക? ഈ ബുദ്ധി തലച്ചോറ് പണയം വെച്ച ആളുകൾ ഏത് വിശ്വസിക്കും? മരത്തിൽ കെട്ടിത്തൂക്കി കൊന്നു എന്നോ, അതോ കുരിശിൽ ആണി അറച്ചു കൊന്നു എന്നോ, അതോ വിഷം കൊടുത്തു കൊന്നു എന്നോ? ഏതാ വിശ്വസിക്കുക? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതാണ് സ്വയം മരിച്ചു എന്ന് വിശ്വസിക്കാം. സ്വയം മരിച്ചു എന്നാണ് അവർ പറയാറുള്ളത്. പക്ഷേ സ്വയം മരിച്ചതല്ല, കൊന്നതാണ്. സ്വയം മരിക്കുകയാണെങ്കിൽ വല്ല അറ്റാക്ക് ഒന്ന് മരിക്കണം, അല്ലേ? അതായത് സ്വാഭാവിക മരണമാണെങ്കിൽ പിന്നെന്ത് ചെയ്യണം? അറ്റാക്ക് വരിക, അല്ലെങ്കിൽ രോഗം വന്ന് മരിക്കുക, അങ്ങനെ ആവണ്ടേ? ഇത് യഹൂദന്മാര് അതിക്രൂരമായിട്ട് മർദ്ദിച്ച് കാർപ്പിച്ച് തുപ്പി തുണി അഴിച്ചു ആ രീതിയിലാണ് കൊല്ലപ്പെട്ടത്. ഇനിയിപ്പോ സ്വയമായിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയേണ്ടതില്ലേ? ഒരാൾ സ്വന്തം ജീവനാണ് എടുത്ത് ആ ജീവൻ കളയാണെങ്കിൽ എന്താ പറയാ? ആത്മഹത്യ ചെയ്തു എന്നല്ല പറയേണ്ടത്. ലോജിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിള് പെടുന്ന പെടല്, അതല്ല ഞാൻ പറഞ്ഞത്. ഒരു ദൈവത്തിന് ഒരു മനുഷ്യനാകാൻ പറ്റും. ദൈവത്തിന് എന്തുമാവാം. അങ്ങനെയാണെങ്കിൽ ദൈവം ഇല്ലാതാവോ? അതില്ല. ദൈവം പട്ടിയാവോ? അല്ല, ഒരു ദൈവം ഒരു ഗർഭപാത്രത്തിൽ വരണമെങ്കിൽ, അതായത് ലോജിക്ക് അനുസരിച്ചിട്ട് ആ ഗർഭപാത്രം ദൈവത്തെക്കാൾ ശക്തിയുള്ള സാധനമായിരിക്കണം. ആ ചിന്ത അവർക്കില്ലല്ലോ. അവര് പറഞ്ഞ എന്താ? ദൈവത്തിന് മനുഷ്യനായി വരാം, ദൈവത്തിന് ശക്തി കുറഞ്ഞും വരാം. അപ്പടാ ദൈവത്തിന്റെ ശക്തി കുറഞ്ഞ, അതായത് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ദൈവം ഈ ഫിനൈറ്റ് ആയിട്ടുള്ള മനുഷ്യനിലേക്ക് എങ്ങനെ ചുരുങ്ങുന്നു എന്ന് വെച്ചാൽ ദൈവത്തിനൊക്കെ കഴിയുമെന്നാണ് പറയുന്നത്. ഇവരെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് ഓരോ സമയത്ത് ഓരോന്നാണ് കയറ്റുക. ഇപ്പൊ ദൈവത്തിന് ആവശ്യമുള്ളിടത്ത് യേശുവിനെ ദൈവമായിട്ട് കയറ്റും, മനുഷ്യന് ആവശ്യമുള്ളിടത്ത് യേശുവിനെ മനുഷ്യനായിട്ട് കയറ്റും. അതാണ് അപ്പൊ ഈ തല്ലിക്കൊന്നത് അത് മനുഷ്യനെ. എടാ അപ്പൊ ദൈവമല്ലേ? ദൈവമല്ല, അപ്പൊ മനുഷ്യനാണ്. അതല്ലേ ഈ കാസറ്റ് വർക്ക് പറഞ്ഞ് കുടി കിടക്കുന്നത്. ഫുൾ ടൈം ദൈവമായിരുന്നു, എപ്പോഴും യേശു ദൈവമായിരുന്നു. സാജി സാമുവൽ, ഇങ്ങോട്ട് വാ സാമുവലെ, ഇങ്ങോട്ട് വാ. ഞങ്ങൾക്കൊന്ന് പറഞ്ഞോണ്ടോ ലോജിക്കായിട്ട് യേശു ദൈവവും ഒരേ സമയം മനുഷ്യനായി നിൽക്കുന്ന ഒന്ന് പറഞ്ഞു താ സാമുവലെ. ഇതൊന്നും നിങ്ങൾക്ക് അതല്ല, ഇതൊന്ന് കേക്ക്. ആദമുമായിട്ടുള്ളത് പിതാവിന്റെ ആത്മാവിനെയാണ് പുത്രൻ മാമോദിസയുടെ സമയം സ്വീകരിക്കുന്നത് എന്നാണ് താങ്കൾ പറഞ്ഞത്. അന്നേരം ഈ പിതാവ് ആത്മാവ് അങ്ങനെ പറഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെയാ പറഞ്ഞെന്ന് പറഞ്ഞു? പിതാവിനും പുത്രനും ഒരേ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നത് അതെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മനസ്സിനെ അറിയുന്നതാണ് ദൈവത്തിന്റെ ആത്മാവ്. ആ ആത്മാവാണ് നമ്മളുടെ മുകളിൽ തരുന്നത്. അതല്ല സാറേ, ഈ മാമോദിസ, ഈ ജോർദാൻ നദിയിൽ മാമോദിസ സ്വീകരിച്ചപ്പോൾ ക്രിസ്തുവിന്റെ മേൽ വന്ന് ആത്മാവ് ഏതാത്മാവാണ് എന്നാണ്. അതല്ലേ ഞാൻ പറഞ്ഞ സുഹൃത്തെ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും, പുത്രനും അതേ ആത്മാവ് നിൽക്കുമല്ലേ? ആ താഴെ നിൽക്കുന്നുണ്ടല്ലേ മുകളിൽ നിന്ന് വന്ന പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നത്. അപ്പൊ പുത്രൻ താഴെ നിൽക്കുമ്പോൾ ദൈവമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആത്മാവാണെന്ന് പറയാൻ പറ്റുമോ? പിതാവിന് അത് പുത്രൻ ഒരു ശരീരത്തിൽ വസിക്കുന്നത് തന്റെ ആത്മാവിൽ, അവിടെ അത് അവിടത്തോടെ താൻ റെസ്ട്രിക്റ്റ് ആയി. പിതാവിൽ നിന്ന് ജനിച്ച പുത്രൻ എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പുത്രന്റെ ആത്മാവ് താനൊരു ശരീരത്തിൽ കുടികൊള്ളുന്ന സമയത്ത് ആ ശരീരത്തിൽ താൻ അറസ്റ്റായി വേറെ പുറത്തു പോകാതെ ആ ശരീരത്തിൽ നിലകൊള്ളുന്നു. അത് വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. റോമർ 7:24 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്റെ ആത്മാവ് എന്നെ ആര് ഈ ശരീരത്തിൽ നിന്ന് മരണത്തിന് അധീനമായി ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കുന്നു ചോദിക്കുന്നുണ്ട്. അതേപോലെ ഇത് വെറുതെ ചോദിച്ചു കുഴപ്പമില്ല. എത്ര നിങ്ങൾ പറയുന്നത് പുത്രൻ താഴെ ശരീരത്തിൽ നിൽക്കുന്നത് കൊണ്ട് പുത്രന്റെ ആത്മാവ് സ്വർഗത്തിലാണോ? അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? എന്താണ് നിങ്ങൾ ഇപ്പൊ അവസാനം പറഞ്ഞ സാധനം എന്താണ്? ഞാൻ അങ്ങനെ പറഞ്ഞു.
അതാണ് പറഞ്ഞ ആദ്യമേ ശരിക്കും കേൾക്ക്. പിതാവിൽ നിന്ന് ജനിച്ചത്, ജനിക്കുക എന്ന് പറയുമ്പോൾ തന്നിൽ തന്നെ ഉള്ളതിനെ വെളിയിൽ കൊണ്ടുവന്നതിനെയാണ് ജനിപ്പിക്കുക എന്ന് പറയുന്നത്. ഗോഡ് ഫോർത്ത് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഇത് പിതാവിന്റെ എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടോ, തന്റെ ആത്മാവ്, തന്റെ ജ്ഞാനം, തന്റെ എല്ലാ സത്തുകളും, തന്റെ അംശങ്ങൾ മുഴുവനും ചേർന്നതാണ് പുത്രൻ. അതുകൊണ്ടാണ് നമ്മൾ തൃത്വത്തിൽ പുത്രന് തുല്യത കൊടുക്കുന്നത്. ആ പുത്രന്റെ ആത്മാവ് ഒരു ശരീരം സ്വീകരിച്ചു. ശരീരം സ്വീകരിക്കുമ്പോൾ ആ ശരീരത്തിന് ചിന്താശേഷി, ഈ പറഞ്ഞ നമ്മൾ കുറച്ചു മുമ്പേ ഇവിടെ പ്രസംഗത്തിൽ കേട്ട മാതിരി ഈ ചെവി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മൾ ആ അനുസരണം എന്ന് പറഞ്ഞു വന്ന പുത്രന്റെ ആത്മാവ് ശരീരം സ്വീകരിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. വചനം ജഡമായി തീർന്നു. ആ ജഡമായിട്ട് തീരുമ്പോൾ, വചനം ജഡമായി തീരുമ്പോൾ ജഡത്തിന് എന്തൊക്കെയാണ്? ദേഹം, ആ ജഡം ഉണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ആ ശരീരം, ജഡത്തിന് ഒരു പ്രാണനുണ്ട്, പ്രാണന്റെ പുറമെ ഒരു ആത്മാവുണ്ട്. അത് പിതാവിൽ നിന്ന് ജനിച്ച പുത്രന്റെ ആത്മാവാണ് ദേഹം, ദേഹി, ആത്മാവായിട്ട് ഇവിടെ നിലകൊള്ളുന്നത്. പറഞ്ഞു പുത്രന്റെ ആത്മാവാണ് മനുഷ്യനായെന്ന് പറഞ്ഞു. അതാണോ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്? എങ്ങനെ അത് കേട്ടില്ല, ഇവിടെ താങ്കൾ പറഞ്ഞ ശലം കൊണ്ട് ഉറക്കം പറഞ്ഞു. പുത്രന്റെ ആത്മാവാണ് മനുഷ്യനായത് നിങ്ങൾ പറഞ്ഞു. പുത്രന്റെ ആത്മാവാണ് ജഡം സ്വീകരിക്കുന്നത്, ജഡമായി തീരുന്നത്. അപ്പൊ പുത്രന്റെ ആത്മാവാണെന്ന് പറയുമ്പോ എന്തായാലും അർത്ഥം? പിതാവിൽ നിന്ന് ജനിക്കുന്നത് ശരീരത്തോടു കൂടിയല്ല, പിതാവ് ആത്മാവാണ്. ആ പിതാവിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെ ഉള്ളതിനെ താൻ വെളിയിൽ കൊണ്ടുവരുന്നതിനാണ് ജനിപ്പിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് മനസ്സിലാകേണ്ട രീതിയിൽ പറഞ്ഞതേ, അത് വേറിട്ട് നിലകൊള്ളുന്നു. അത് ആത്മാവാണ്, പൂർണ്ണമായിട്ട് ആത്മാവാണ്. കാരണം ഇവിടെ ശരീരം സ്വീകരിക്കുന്നതിന് മുൻപ് ശരീരം സ്വീകരിച്ചിരിക്കുന്നു പറഞ്ഞാൽ പോലെ ആ പുത്രൻ, അത് ഞാൻ കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ പറയുന്നത്. പുത്രൻ ശരീരം സ്വീകരിച്ചെന്ന് പറയുമ്പോൾ അത് ആ ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എടുത്തു പറഞ്ഞത്. ഇത്രയും ക്ലാരിറ്റിയോട് പറഞ്ഞിട്ട് മനസ്സിലാവട്ടെ. ജനിക്കുന്നു, കേൾക്ക്, പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു. അന്നേരവും ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടോ? പിതാവിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും പുത്രനും വന്നില്ലേ, പിന്നെ പുത്രനായില്ലല്ലോ. അല്ലെങ്കിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് എന്താ മനസ്സിലാവും. പരിശുദ്ധാത്മാവ് പറയുമെന്ന് അറിയാൻ വേണ്ടിട്ടാണ്. അതല്ലേ ഇതല്ല ഈ ചോദ്യം, ഇതന്നെ അതിന്റെ ആൻസർ മുൻകൂട്ടിയല്ലേ ഞാൻ ഈ പറയുന്ന മുഴുവനും. പരിശുദ്ധാത്മ പിതാവിനെ ഞാൻ ചുറ്റിയിട്ടൊന്നുമല്ല, ഞാൻ വ്യക്തമായിട്ടുള്ള സിമ്പിൾ ആയിട്ടല്ലേ പറയുന്നത്. പിതാവ് എങ്ങനെ ഏത് രൂപത്തിലുണ്ടോ ആ രൂപത്തിൽ തന്റെ അംശങ്ങളെല്ലാം കൂടെ ചേർത്ത് താനൊരു പുത്രനെ ജനിപ്പിക്കുന്നു. പുത്രനുമുണ്ട്. അപ്പൊ ദൈവം എന്ന് പറയുന്നത് പിതാവും പുത്രനുമാണ്. ഓക്കെ, വേറെ പിതാവ് പുത്രൻ നമ്മളുടെ ഉള്ളിൽ, നമ്മളുടെ മുകളിൽ, മോശയുടെ മുകളിൽ കൊടുത്തിട്ട് ആത്മാവ്. നമ്മൾ അവിടെ ഇല്ലല്ലോ സാർ, ദൈവത്തെ പറ്റിയല്ലേ സംസാരിക്കുന്നത്. പറഞ്ഞു പിതാവുണ്ട്, പുത്രനുണ്ട്, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ദൈവം ആത്മാവാണ്. ആ ആത്മാവിൽ പിതാവുണ്ട്, പുത്രൻ. നമ്മളിപ്പം നോക്കുന്നത് പിതാവും പുത്രനെ നോക്കുന്നു. ആദ്യമേ ഞാൻ പറയട്ടെ, താങ്കൾ ഒരു പിൻ പോയിന്റ് ഉള്ളത് കൊണ്ട് അടിച്ചു വെക്കുക. ഇവിടെ ഇങ്ങനെയല്ലേ പറഞ്ഞത്, ഇവിടെ ഉറപ്പിക്കാമോ? ഇങ്ങനെയാണോ? ഇപ്പം പിതാവും പുത്രനും മാത്രമേ ഉള്ളൂ, പരിശുദ്ധാത്മാവും ഇല്ല, പിന്നെ ഇത് എവിടുന്ന് വന്നു എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടല്ലേ ചോദ്യം ചോദിക്കുന്നത്. ഇത് നമുക്കറിയാവുന്ന, ഇതൊക്കെ പറഞ്ഞത് ആണെന്ന് എനിക്ക് നമുക്കറിയാം സാറേ. സാറിനെ ഇന്നും ഇന്നലെയല്ലേ കാണുന്നത്, സാറിനെ ഇവിടെ നമ്മൾ ഡെയിലി താഴെ കേൾക്കുന്നതല്ലേ. താങ്കൾ പറയുന്നതെല്ലാം നമ്മളിവിടെ ഡെയിലി താഴെ ഇരുന്ന് കേൾക്കുന്നതല്ലേ. വേറെ പുതിയതായിട്ടുള്ള ആളാണ് പറ. നമ്മളിത് എന്റെ കൊല്ല ആള് സാറേ, നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു പറ. നമുക്ക് പറഞ്ഞോ ചോദിച്ചു ഇപ്പൊ താങ്കൾ പറഞ്ഞ പിതാവിൽ നിന്ന് പുത്രൻ ജനിച്ചിരിക്കുന്നു. ഇപ്പൊ രണ്ടുമാണ്. ഇപ്പൊ ദൈവത്തെ നമ്മൾ പറയുവാണെങ്കിൽ പിതാവും പുത്രനും എന്നും പറയും. അത്രേ ഉള്ളൂ. പിതാവ് പുത്രൻ, ഇപ്പൊ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു കാര്യം മാത്രമല്ലേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ആ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനുമാണ്. ഉറപ്പിക്കാലോ? അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ഇപ്പൊ ദൈവമാണ്, ദൈവത്തിന് ആത്മാവുള്ളതല്ലേ. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? അത് ആത്മാവുണ്ട് ദൈവത്തിന്. നമ്മളിവിടെ പറയുന്ന
എന്ന് പറയുമ്പോ എന്താണ് സംഭവം? എന്താണ് ദൈവത്തിന്റെ ആത്മാവ് എന്താണ്? ബൈബിള് പറയുന്നത് ദൈവത്തിന്റെ ചിന്തകൾ എന്തൊക്കെ ദൈവത്തിന് അറിയിക്കണോ, ദൈവം അത് ആത്മാവിൽ കൂടെയാണ് നമ്മളുടെ. കേട്ടോ? കേട്ട് കിടി പോയിരിക്കണം. നേരത്തെ നാളില് ഫുള്ള് കേട്ടിരുന്നു. അതായത് പിതാവിൽ നിന്ന് പോകുന്നതാണ് പുത്രൻ, മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ഒരു ആത്മാവ് അവിടെ കിടക്കാണ്, വേറെ പിതാവും പുത്രനും മാത്രമേ ഉള്ളൂ. ആത്മാവ് എവിടെ? അപ്പൊ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയോ? പരിശുദ്ധാത്മാവിന് അവിടെ വില വരുന്നില്ല. എനിക്കൊന്നും മനസ്സിലായില്ല എന്ത് തേങ്ങ അവർ പറയുന്നത്. 2000 കൊല്ലമായിട്ട് ഇപ്പോഴും പിതാവിന്ന് വന്നത് പുത്രനാണോ? പുത്രന് വേറെ മരത്തുനിന്ന് പോയതാണോ? ഏറെപ്പുറത്തുനിന്ന് വന്നാണോ ചർച്ച ചെയ്യുക? എന്നിട്ടും ബോധം വന്നില്ല. ഇപ്പോഴും ചർച്ച ചെയ്യുക പിതാവിന്ന് വന്ന ഭൂതാണോ ആത്മാവാണോ? ഈ പരിശുദ്ധാത്മാവ് എവിടെയായിരുന്നു? നാണുണ്ടോ നിങ്ങൾക്ക്? എന്നിട്ട് ബാക്കിയുള്ളവൻ്റെ ദൈവത്തിനെ തെറിയും പറഞ്ഞ് 24 മണിക്കൂർ ഇരിക്കുക, എല്ലാവരും പിന്നെ ബ്ലോക്കും ജയിച്ച് പേര് മറ്റേ കാരുണ്യവാനല്ല, സ്നേഹമാണ് ദൈവം. യാക്കോബായും ഓർത്തഡോക്സും നാസർ ബ്രദർ പറയുന്നുണ്ട്, അത് മലയാളത്തിലും കൂടി ഒന്ന് പറയാൻ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇൻഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് എന്നുള്ള എന്റെ മലയാളം വേർഡ് എക്സാക്ട് കിട്ടുന്നില്ല. ഓരോ ക്രിസ്ത്യാനികൾ വന്നു കഴിഞ്ഞാൽ തീരുമാനമാകും. became finite as he remains infinite. അതായത് അനന്തനായ അനന്തതയുള്ള ദൈവം തന്റെ അനന്തതയെ നിലനിർത്തിക്കൊണ്ട് പരിമിതികളിലേക്ക് ഇറങ്ങി വന്നു. അപ്പോ ഈ അനന്തതയെ നിലനിർത്തിക്കൊണ്ട് എന്നുള്ള ഭാഗത്തെ അദ്ദേഹം പറയാതെ അദ്ദേഹം എങ്ങനെ പറഞ്ഞറിയാമോ? അനന്തതയുള്ള ദൈവം പരിമിതിയിലേക്ക് ഇറങ്ങി വന്ന് സോറി ദൈവത്തിന്റെ അനന്തത പോയില്ലേ എന്ന്. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മൾ പറഞ്ഞ അത് നമ്മളല്ലല്ലോ പറയുന്നത്, ഇവര് തന്നെയല്ലേ പറയുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം അവിടെ പോയി. അനന്തതയുള്ള ദൈവം തന്റെ അനന്തതയെ നിലനിർത്തിക്കൊണ്ട് പരിമിതികളിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേ പറയുന്നത് ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് എന്താണ് വ്യാഖ്യാനിച്ചാക്കിയത് നിങ്ങൾക്ക് അറിയാമെങ്കിലും ചോദിക്കാതിരിക്കട്ടെ. ചോദ്യം കേട്ടവർക്ക് എല്ലാ ഓഡിയൻസിനും മനസ്സിലായി. പക്ഷേ ആ ക്വസ്റ്റിനെ പരിമിതിയിലേക്ക് ഇറങ്ങി വരുമ്പോ പിന്നെ അനന്തത അവിടെ ഉണ്ടല്ലോ. രണ്ടും കൂടി ഒരാൾക്കുണ്ടാവോ? അനന്തതയും പരിമിതിയും അപ്പൊ അനന്തത പകുതി അവിടെ വെച്ചിട്ട് മനസ്സിലായില്ല ഇവരെന്താ ഈ മണ്ടത്തരം പറയുന്നത്. എന്നിട്ട് അവരുണ്ടാക്കിയ ചോദ്യത്തിന് അവരുത്തരം പറയും. ചോദിച്ചത് എന്താ, ഉത്തരം പറഞ്ഞത് എന്താ. 10 പ്രാവശ്യമെങ്കിലും ഈ സെയിം പണി അവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഏകരക്ഷനാണെങ്കില് ഈ നാട്ടുകാര് തല്ലിക്കൊല്ലുമ്പോ പിന്നെ എന്തിനാണ് രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിനെ വിളിച്ചത്? ചിന്തിച്ച നിങ്ങൾക്ക് മണ്ടല്ലേ? നിങ്ങൾ പൊട്ടന്മാരൊന്നുമല്ലല്ലോ. നിങ്ങൾ മണ്ടന്മാരാണോ? ഇത്രയ്ക്കും ക്ലിയർ കട്ടായിട്ട് അവിടെ ദൈവം പ്രാർത്ഥിക്കല്ലേ, എന്റെ ദൈവമേ ഇന്നെ ചതിച്ചില്ല, എന്നെ പണ്ടാരടിക്കില്ലേ. നിങ്ങൾ അത് നന്നായിട്ട് കുരിശ് കയറുന്ന അറിയാക്കി. അനന്തത മനസ്സിലാക്കുക എളുപ്പമല്ല. ഇത് ബേസിക് തത്വചിന്തയുടെ ആദ്യ ഭാഗമാണ്. കാരണം നമ്മൾ ടൈം ആൻഡ് സ്പേസ് ആൻഡ് മാറ്ററിൽ നിൽക്കുന്നവരാണ്. അതിന് ഉദാഹരണം ഓൾറെഡി ഒക്കെ പറഞ്ഞു. ഒരേ സമയം ന്യൂയോർക്കിലും അതേസമയം ന്യൂഡൽഹിയിലും ആയിരിക്കാൻ ഇപ്പോൾ എനിക്ക് സാധിക്കുകയില്ല. ഐദർ ഇൻ ന്യൂഡൽഹി ഓർ ഇൻ ന്യൂയോർക്ക്. കാരണം നമ്മൾ സ്ഥലകാല ജഡത്തിന്റെ പരിമിതികൾ ഉള്ളത് കൊണ്ട് ആണ് ഈ കിഴങ്ങന്മാർക്ക് മനസ്സിലാകാത്തത്. എന്തോ കാര്യം? ഇവരുടെ ദൈവം ഇത് ആത്മാവായ സ്പിരിറ്റിന് മാത്രം സാധിക്കുന്ന ഒന്നാണ്. ഇത് ചോദിച്ചാൽ ഇവരോട് എന്താണ് അള്ളാഹു എന്ന് ചോദിച്ചിട്ട് ഇവർക്ക് മനസ്സിലാകണ്ടേ. അതുകൊണ്ട് ഈ അനന്തതയെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഉദാഹരണങ്ങളിൽ കൂടെ തന്നെ മനസ്സിലാകൂ. അതുകൊണ്ട് അൻഷാദിയോ കുതിരുന്ന് മെഴുകുതി ആദ്യം പോയി പഠിക്കുക. എന്താണ് ഈ ടൈം സ്പേസ് ആൻഡ് ദെൻ കണ്ടിന്യൂ എന്നൊക്കെ പറഞ്ഞ് സയൻസിലും പഠിപ്പിക്കുന്നതും എന്താണ് അനന്തത എന്ന് നീ ആദ്യം പോയി പഠിക്കും. അത് കഴിഞ്ഞ് സംസാരിക്കുന്ന ഇൻഫിനിറ്റ് ആൻഡ് ഫൈനൈറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുള്ളൂ. മനസ്സിലായോ? മരപ്പൊട്ടന്മാരെ, മദ്രസ പൊട്ടന്മാരെ,
അല്ല മനസ്സിലാകുന്നുണ്ടോ? അത് നിന്റെ യേശു എന്നെ വിളിച്ചിനല്ലോ മരപ്പൊട്ടന്മാരെന്ന്. കാരണം യേശു എന്നെ പറയുന്നുണ്ട് നീ പോയി സയൻസ് പഠിക്കും. അനന്തതയിൽ നിന്ന് പരിമിതി പിടിക്കുന്ന യേശുദേവൻ, അതാണ് ഇവരെ ദൈവം. ആർക്കെങ്കിലും അതിന് എതിർത്ത് എന്താ പറയാണ്ടെങ്കിൽ തെറി പറയാതെ മാന്യമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ വരിക. തെറി നിങ്ങളെ റൂമിൽ ഞങ്ങൾ വന്ന് പറഞ്ഞോളൂ, ആവശ്യമുള്ളപ്പോൾ ഞാൻ വരുന്നുണ്ട്. ഇവിടെ തെറി എടുക്കൂല. ഞങ്ങൾ യേശുവിനെ രക്ഷകനായിട്ട് എടുക്കാം. പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണം, ഞങ്ങൾക്ക് തെളിയിച്ചു തരണം യേശു ഞങ്ങൾക്ക് രക്ഷകനാകുന്നത് എങ്ങനെയാണ്. യേശു പ്രവൃത്തിയിലൂടെ ഞങ്ങൾക്ക് രക്ഷകനാകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ ബൈബിളിൽ തോന്നിയാൽ എഴുതി വെച്ചല്ല ഞങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ബൈബിൾ എഴുതി വെച്ചത് നിങ്ങളെ തോന്നിയ പോലെ പറയുന്ന രീതിയല്ല. ഇവിടെ യേശുവിനെ രക്ഷിച്ചത് ആരാണ്? നമ്മളെ രക്ഷകനാകുന്നതെന്നാണല്ലോ പറയുന്നത്. യേശുവിനെ എവിടെയാ രക്ഷിച്ചത്? യേശുവിനെ നാട്ടുകാർ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയപ്പോൾ യഹൂദന്മാരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതാ ഞാൻ ചോദിച്ചത്. അതായത് ഒരു ഇൻഫിനിറ്റായ ഒരു ദൈവത്തിനെ ഇൻഫൈനൈറ്റായ ഒരു ദൈവത്തിന് ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു വസ്തുവിനും പറ്റാത്ത ഒരു ചീരാപ്പ് വരുമ്പോഴേക്ക് ചത്തുപോകുന്ന മനുഷ്യൻ അടിച്ചാട് കൊന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ ഏത് ദൈവത്തെ ഏത് യേശുവാ രക്ഷിക്കാൻ വരിക? എടാ ആദ്യം സ്വയം രക്ഷിക്കണ്ടേ? സ്വയം രക്ഷപ്പെട്ടാലുള്ളൂ നമ്മളെ രക്ഷിക്കാൻ ഒരാളുണ്ടാവുള്ളൂ. നിങ്ങൾ അതൊന്നായിട്ട് സൂയിസൈഡ് ആക്കിയില്ലേ? നാട്ടുകാർ തല്ലിക്കൊന്നൊന്നായിട്ട് ദൈവത്തിൻ്റെ പ്രൊജക്റ്റാന്ന് പറഞ്ഞിട്ട് സൂയിസൈഡ് ആക്കി. അത് ഈസാ നബിയാണ്. അത് മരിച്ചിട്ടില്ല. അതിനെ മരിപ്പിക്കാൻ അള്ളാഹു ഉണ്ടോടുത്തില്ല. അവിടെയാണ് എൻ്റെ പോയിന്റ് കിടക്കുന്നത്. അള്ളാഹ് പൊക്കിയാ ചെയ്ത് മരിപ്പിക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി പിന്നെ വിട്ടുകൊടുത്തിട്ടില്ല ഈസാ നബിയെ. ഇപ്പോഴും അവിടെ ജീവിക്കുക. മറ്റേ ചത്താട് പോയി അടിച്ചാട് കൊന്നച്ചി. സത്യത്തില് ഈസാ നബിനല്ലേ ദൈവാക്കട്ടില്ലേ കൊല്ലാതെ മുകളിലോട്ട് ഉയർന്ന് ഇത് ദൈവത്തിനെ തല്ലിക്കൊന്നതിന് ശേഷം അല്ല നമ്മളെ ദൈവത്തിന്റെ ദൈവം പ്രൊജക്ട് ആക്കിയെന്നൊക്കെ. എന്നിട്ട് കളവും പറഞ്ഞു പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അതിന് ആ സാക്ഷികളും ഇല്ല. ഇമാം മഹ്ദിനെ രക്ഷിച്ചോട്ടെ, പക്ഷെ പറയുന്നുണ്ട് നിജോ. അവിടെ ശിഷ്യന്മാര് ഈ ഇത് കേട്ട ഉടനെ അവര് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇതെല്ലാം കെട്ടുകഥ പോലെ അവർക്ക് തോന്നിയെന്ന്. ശിഷ്യന്മാർ നമ്മൾ പറയണ്ട, അവര് തന്നെ യേശുവിന്റെ ശിഷ്യന്മാർ തന്നെ അന്നേരം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടപാട്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ ബ്രഹ്മാവ് ശിവന് ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഇവര് ദൈവമായിട്ട്. അതൊന്നും മരിച്ചില്ലല്ലോ. പരിശൂര് പോലും അറിയില്ല എങ്ങനെയാണ് കൊന്നത്, നടത്തിലാണോ കുറ്റിലാണോ, അത് ഒരു ബോധമല്ല. അല്ല അത് സത്യാണ്. യേശുവിനെ രക്ഷിച്ച അള്ളാഹ് തന്നെയല്ലേ. തല്ലിക്കൊന്ന് കെട്ടിത്തു ഏടെ രക്ഷിച്ച് ഈ ഏരസൂയിലെ ഈ യേശുവിനെ ഈസാ നബിനെ അങ്ങനെ പറയും. മറ്റേ യേശുവിന് ആ പിതാവിന് പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിതാവിന് അവസാനം വിളിച്ചു പറയേണ്ടത് പൊന്നാര പിതാവ് ഇജിനെ ചതിച്ചില്ലേ. നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാണ്. സത്യത്തിൽ നിങ്ങൾ ആരാധിക്കുന്ന ഈസാ നബിനല്ലേ? സത്യന്റെ മകൻ യേശുവിനെ കുറിച്ചല്ലേ ഇവിടെ പറയുന്നത്? സത്യന്റെ മകൻ അതെന്തെങ്കിലും ആവട്ടെ, നമുക്കിപ്പോ ഇതായിട്ട് എത്തുക. ഇവരൊന്ന് ചിന്തിച്ചു നോക്കട്ടെ, ഈസാ നബിനെ അല്ലേ ഇവര് ആരാധിക്കേണ്ടത്? അങ്ങനെ ആണെങ്കിൽ കാരണം ഈസാ നബി അതാ നിങ്ങൾക്ക് ഇങ്ങനെ പറയാ, തല്ലിക്കൊല്ലാൻ നോക്കിയപ്പം ഡും മേലോട്ടായിട്ട് പൊക്കി. അവിടെ ഇവന്മാർക്ക് തല്ലിക്കൊല്ലാൻ ഈസാ നബിയെ കിട്ടിയില്ല. അതിന് പകരം ആ പറഞ്ഞ പിതാവ് അവിടുത്തെ ജൂദാസിനെ എന്താക്കി കൊടുത്തു? ഈസാ നബിനെ പോലെ അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ആ ജൂദാസിനല്ലേ തല്ലിക്കൊന്നത്. അവിടാണ് ദൈവം യഥാർത്ഥ ദൈവത്തിന്റെ പവർ കാണിച്ചല്ലേ സലങ്ക അല്ലേ? കറക്റ്റ് അല്ലേ? അത് കറക്റ്റ് അല്ലേ? തല്ലിക്കൊല്ലാന് ദൈവത്തിന്റെ പവർ കാണിച്ചു കൊടുത്ത അവിടാ. ഇത് തല്ലിക്കൊന്ന് കുഴിച്ചിട്ടിട്ട് 3-ാം നാൾ എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയല്ല, ആരും കണ്ടില്ല. അത് സാക്ഷിയുമില്ല, ഒരു സാക്ഷിയുമില്ല. ആരോ ഉറക്കത്ത് എണീറ്റ് ഞാനിതാ ഉറക്കത്ത് ന്റെ പേരില് അത് ഇവിടുത്തെ ഡിസംബർ അത് കണ്ടിട്ട് നല്ല സാധന ഒരു തോട്ടക്കാരനെ പോലെ പോലും കണ്ടത്. നല്ലൊരു
ഇതിനു ആ മുമ്പെല്ലാം തൈലെല്ലാം പൂശി കൊടുത്ത ഈ മദ്ദള മറിയത്തെ പിന്നെ ഒരു തോട്ടക്കാരൻ അല്ലാതെ എങ്ങനെയാ അത് വിശ്വസിക്കാൻ പറ്റുക അല്ലേ? കേട്ടോ കേട്ടോ ഇൻഫിനിറ്റിയെ അല്ലെങ്കിൽ തന്റെ അനന്തതയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഫൈനൈറ്റ് കണ്ട എത്ര ആയിട്ടുള്ള സമയം എന്നറിയാം. ബീയിങ് ആയിട്ട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബിക്കെയിം ഫ്ലഷ്, ഗോഡ് ബിക്കെയിം മാൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇവനിക്കിപ്പം മനസ്സിലായിട്ടില്ല. ആർക്ക്? ഈ എക്കിപ്പിന് തിരിഞ്ഞിട്ടില്ല. അപ്പം ഈ തിരിയാത്ത സംഭവം അങ്ങനെ ഉണ്ടല്ലോ, മറ്റുള്ളവരെയും തിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ശ്രമിക്കുക. താഴെയിരിക്കുന്ന സാധാരണ ക്രിസ്ത്യാനികളുണ്ടല്ലോ, കുറച്ച് വിദ്യാഭ്യാസം പൊട്ടന്മാരല്ലേ ഒരു ദൈവം പൂർണ്ണ ഒരു മറ്റേ ഭക്ഷണം കഴിക്കുന്ന മറ്റേ എന്താ പറയാ ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് മനുഷ്യന്റെ വികാരങ്ങൾ ഉള്ളതെല്ലാം പൂർണ്ണ ദൈവം എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ടീംസ് അല്ലേ. അവരോട് എന്തും പറഞ്ഞാൽ അവർ വിശ്വസിക്കും. നോ പ്രോബ്ലം. യു ആർ കറക്റ്റ് എന്നൊക്കെ ന്യൂക്ലിയർ കമന്റ് ഇട്ടില്ലേ? അപ്പൊ വെച്ചോണ്ട് ആ ന്യൂക്ലിയർ കയറുന്ന ഇക്കിപ്പ് പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറഞ്ഞതെന്ന് ചോദിച്ചു. പരിമിതികളില്ലാത്ത ദൈവം ആ ദൈവത്തെ ഉൾക്കൊള്ളാൻ മാത്രം, നിങ്ങൾ പറയുന്ന പൂർണ്ണ ദൈവമായിട്ടുള്ള ഒരാളെ ഉൾക്കൊള്ളാൻ മാത്രം മറിയമിന്റെ ഗർഭപാത്രത്തിന് കഴിയുമെങ്കിൽ ആ പൂർണ്ണ ദൈവത്തിനേക്കാൾ ഒരു പടി മുന്നിലാണ് മറിയത്തിന്റെ ഗർഭപാത്രം എന്ന് പറയേണ്ടി വരും. ഇനി അതല്ല, പരിമിതികളില്ലാത്ത ദൈവം പരിമിതികളുള്ള ഒരു അവസ്ഥയിൽ മറിയത്തിന്റെ ഗർഭപാത്രത്തിലേക്ക് വന്നു എന്ന് പറയുകയാണെങ്കിൽ യേശു പൂർണ്ണ ദൈവം അല്ല എന്ന് പറയേണ്ടി വരും. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഫൈനൈറ്റ് സ്പേസിലോട്ട് എങ്ങനെ കടന്നു വരും? ഇൻഫൈനൈറ്റ് ആണ്, ഫൈനൈറ്റ് ആണ്. യേശു മരിക്കാതെ അവിടെ നിൽക്കുകയാണ്, അതുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. മറ്റത് നിങ്ങളത് മരിച്ചുപോയി. അപ്പൊ ഏതാണ് തിരിച്ചു വരിക? ആ തല്ലിക്കൊന്ന് അല്ല സത്യത്തില് എന്ന് പറയുമ്പോഴത്തേക്കും അതല്ലല്ലോ, നാട്ടുകാരെല്ലാം കൂടെ കൈകാര്യം ചെയ്തല്ലേ, കൂടെ ഉള്ള ഒരാൾ ഒറ്റ കൊടുത്തല്ലേ. അല്ല ഞാൻ ഇവരോട് പറയുന്നത്, സത്യത്തില് ദൈവത്തിന്റെ പവർ കാണിച്ചത് അവിടെ അല്ലേ, ഈസാ നബിന്റെ അടുത്താണല്ലോ. കാരണം ആളുകൾ കൊല്ലാൻ വേണ്ടി നോക്കിയപ്പോ അവിടെ ദൈവം ഉയർത്തല്ലേ ചെയ്ത്, അവിടെ അല്ലേ ദൈവത്തിന്റെ പവർ കാണിച്ചത്. മറ്റാളെന്താ ചെയ്ത്? തല്ലിക്കൊന്ന് കെട്ടി തൂക്കി. പൊന്നാര പിതാവ്, ഈ എന്താ ചെങ്ങായി കാണിച്ചെന്ന് പിതാവിനെ വിളിച്ചു പവറില്ലല്ലോ അവിടെ. നിസു നമ്മളും കൂടെ നല്ലൊരു ഒത്തൊരുമയില് പോകുമ്പോ നിസു എനിക്കിട്ട് പണിയുമ്പോ ചോദിക്കില്ലേ, എടാ നിസു എനിക്കിട്ട് പണിതല്ലേടാന്ന് ചോദിക്കില്ലേ? അതന്നെ സംഭവം. അതന്നെ എനിക്കങ്ങനല്ലേ ചോദിച്ചത്. ദൈവമേ എന്നെ കൈവിട്ട, എനിക്കിട്ട് പണിതല്ലേന്ന് അതല്ലേ ചോദിച്ചത്. ദൈവമേ കൈവിട്ടതെന്നല്ലേ ചോദിച്ചത്. നേരെ മറിച്ച് അള്ളാഹു അവിടെ എന്താ ചെയ്തത്? യേശു ക്രിസ്തുവിന് വെറും മനുഷ്യനായ ഈസാ നബി അലി ഇസ്ലാമിനെ നേരെ ഉയർത്തി ഇവരെ കൈ തൊടാൻ പോലും കൊടുത്തില്ലല്ലോ. സ്ഥാനത്തേക്ക് മാറ്റി. പവർ അവിടെ അല്ല കാണിച്ച്, ദൈവം അവിടെ പവർ കാണിച്ച്, ദൈവത്തിന്റെ പവർ. ശരിക്കും ആരാധിക്കേണ്ട ഈസാ നബി അവല്. എന്റെ നിസു, ഈ പാവങ്ങൾ യേശു ആണെന്ന് പറഞ്ഞ നടക്കുന്ന ആളെ പിന്നെ ആ യേശുവിന്റെ ഡെഡ് ബോഡി അടിച്ചു മാറ്റിയിട്ടാണ് യേശു ക്രിസ്തു ദൈവമാണെന്നുള്ള കഥ വരച്ചു. ഭരണഭാഗത്തുനിന്ന് വിശേഷം അതിന് പറയുന്നുണ്ട്. എല്ലാം കഴിയുന്ന ദൈവം പിന്നെ സ്വയം താഴ്ന്നു വരേണ്ട കാര്യമില്ലല്ലോ. ദൈവം സദാ എപ്പോഴും എല്ലാ കാലത്തും പൂർണ്ണതയിൽ നിലകൊള്ളുന്ന അസ്തിത്വമായിട്ടാണ് നമ്മൾ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അബ്രഹാമിന്റെ വീട്ടിലുണ്ട്, യാക്കോബിന്റെ അടുത്തുണ്ട്, പിന്നെ ഇസ്രായേലിലുണ്ട്, അവിടെ കണ്ടല്ലോ. അതായത് എന്താണ്, പിന്നെ ദൈവം എന്താ പറഞ്ഞത്? സർവശക്തൻ, സർവവ്യാപിയല്ലേ. ക്രിസ്തു മാത്രമാണോ ദൈവം എന്ന് അവര് പറയില്ലല്ലോ. കത്തോലിക്കര് പറയോ? പിതാ പുത്ര പരിശുദ്ധാത്മാവായ ദൈവം എന്നല്ലേ പറയുള്ളൂ. ക്രിസ്തു മാത്രമാണ് ദൈവം എന്ന് പറയുന്നത് ബന്ധമാണ്. തൃത്വമിട്ടൊരു കളിയില്ല അവർക്ക്.